എല്ലാവർക്കും ദിശ അക്കാഡമിയുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ CGL എക്സാമിന് വേണ്ടിയിട്ട് നമ്മൾ എല്ലാ ടോപ്പിക്കുകളും ഡിസ്കസ് ചെയ്തുകൊണ്ട് എല്ലാത്തിനെയും ബേസിക് ക്ലാസ്സുകൾ എടുത്തുകൊണ്ടുള്ള കോഴ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. യൂട്യൂബിനകത്ത് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ നമ്മൾ ഓൾറെഡി നമ്മൾ ബ്ലഡ് റിലേഷൻ എന്ന് പറയുന്ന ടോപ്പിക് എടുത്തിട്ടുണ്ട്. കാണാത്തവർ ആ ക്ലാസ് ഒന്ന് കാണുക. അതിന് മുന്നേ ഇൻട്രൊഡക്ഷൻസും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ ഒരു ഓർഡറിൽ നിങ്ങൾ ക്ലാസ് കാണാൻ വേണ്ടി മാക്സിമം ശ്രമിക്കുക. അപ്പോൾ നിങ്ങൾക്ക് അത് ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും. പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ട് വരുന്ന സമയത്ത് പലപ്പോഴും പല കണക്റ്റിംഗ് ടോപ്പിക്സുകളും കാണാം. അതൊക്കെ നിങ്ങൾക്ക് കണക്ട് ചെയ്തെടുക്കണമെങ്കിൽ ആ ഓർഡറിൽ തന്നെ കണ്ടുപോകുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. പിന്നെ ഞാൻ പറഞ്ഞു, നമുക്ക് എക്സാമിന് കൂടുതൽ ഇമ്പോർട്ടൻസ് ഉള്ളതിൻ്റെ ഒരു ഓർഡറിലായിരിക്കും ടോപ്പിക്സ് കൂടുതൽ ഞാൻ എടുത്ത് പോവുക. പക്ഷേ എല്ലാ ടോപ്പിക്കും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഇതിനകത്ത് എടുത്ത് പോകുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അതിനകത്ത് ഈ സിഗ്നേച്ചർ ബാച്ചിനകത്ത് നമ്മൾ ഓൾറെഡി ബ്ലഡ് റിലേഷൻ്റെ ടോപ്പിക് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ കോഡിങ് ഡീകോഡിങ്ങിൻ്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കുക. ഓക്കെ, കോഡിങ് ആൻഡ് ഡീകോഡിങ് ടോപ്പിക്കിന് വളരെയധികം ഇമ്പോർട്ടൻസ് നമുക്ക് SSC എക്സാമുകൾ കാണാൻ സാധിക്കും. നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഞാൻ ഒരു അനാലിസിസ് ഇട്ടിട്ടുണ്ടായിരുന്നു അല്ലേ, കഴിഞ്ഞ എക്സാമിൽ നടന്നതിൻ്റെ അനാലിസിസിനകത്ത് നിങ്ങൾ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കാര്യം മനസ്സിലാക്കാൻ പറ്റുന്നത്, കോഡിങ് ഡീകോഡിങ് ടോപ്പിക്കിന് മിനിമം 3 ക്വസ്റ്റ്യൻ ഓരോ ഷിഫ്റ്റിലും ചോദിക്കുന്നുണ്ട്. മിനിമം. ഓക്കെ, മിനിമം. ചില സമയത്ത് മാത്രം 2 ക്വസ്റ്റ്യൻ ആയിട്ട് ഒതുങ്ങുന്നേ ഉള്ളൂ. മിനിമം 3. കാരണം 3 എന്ന് പറഞ്ഞാൽ മിനിമം വെച്ചാൽ 4-5 ക്വസ്റ്റ്യൻസ് ഒക്കെ ചില സമയത്ത് നമുക്ക് കോഡിങ്ങിൻ്റെ അകത്ത് മാത്രമായിട്ട് ചോദിക്കുന്നുണ്ട് ചില ഷിഫ്റ്റുകളിൽ. അപ്പോൾ അത്രയും ഇമ്പോർട്ടൻസ് കൊടുക്കുന്നു. എന്തുകൊണ്ട് അത്രയും ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് നമുക്കറിയാം. കോഡിങ് ഡീകോഡിങ് എന്ന് പറഞ്ഞാൽ എന്താണ്, കുറച്ച് ടൈം കൺസ്യൂമിങ് ടോപ്പിക്കാണ്. എല്ലാ ക്വസ്റ്റിനും അല്ല, ചില ക്വസ്റ്റ്യൻ ഭയങ്കര സിമ്പിളായിട്ട് നമുക്ക് ആൻസർ എടുത്ത് പോകാൻ പറ്റും. പക്ഷേ ചിലത് എന്ത് ചെയ്യും, ഒരുപാട് ടൈം എടുക്കാൻ ചാൻസ് ഉണ്ട്. അങ്ങനെ ഒരു ടോപ്പിക്കാണ് എന്ന് പറയുന്നത് കോഡിങ് ഡീകോഡിങ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു ടോപ്പിക് നിങ്ങൾ പഠിക്കുമ്പോൾ നിങ്ങൾ ഒരുപാട് ക്വസ്റ്റ്യൻസ് ചെയ്ത് പഠിക്കണം. ഓക്കെ, നല്ലപോലെ തന്നെ ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യേണ്ട ഒരു ടോപ്പിക്കിൽ ഒന്നാണ് കോഡിങ് ഡീകോഡിങ് എന്ന് പറയുന്നത്. നമ്മൾ ബ്ലഡ് റിലേഷൻ എടുക്കുന്ന സമയത്ത് ബ്ലഡ് റിലേഷൻ ചെയ്യാൻ ഒരു മെത്തേഡ് ഉണ്ടായിരുന്നു, ഒരു രീതിയുണ്ട്. നമ്മൾ ആ മെത്തേഡ് പറഞ്ഞിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ക്വസ്റ്റിലേക്ക് പോകുന്നതെങ്കിൽ കോഡിങ് ഡീകോഡിങ്ങിനകത്ത് നമുക്കൊരു മെത്തേഡ് ഇല്ല. ഓക്കെ, നമ്മളായിട്ട് നോക്കി മനസ്സിലാക്കി എടുക്കുകയാണ് ചെയ്യുന്നത്. നമുക്കൊരു കോഡ് തരുമ്പോൾ ഒരു വേർഡും കോഡും തരും. നമ്മൾ ആ കോഡ് കൺവേർട്ട് ചെയ്യുക, അല്ലെങ്കിൽ ആ വേർഡിനെ കോഡായിട്ട് കൺവേർട്ട് ചെയ്ത് മനസ്സിലാക്കി എടുക്കുകയാണ് ചെയ്യുന്നത്. എങ്ങനെയാണ് കൺവേർട്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ എങ്ങനെയാണ് ആ ലോജിക്ക് വരുന്നത് മനസ്സിലാക്കി എടുത്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ആ ക്വസ്റ്റ്യൻ ചെയ്യുന്നത്. ഇതാണ് നമുക്ക് എന്ന് പറയുന്നത് കോഡിങ് ഡീകോഡിങ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഫസ്റ്റ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന ലെറ്റർ കോഡിംഗ് എന്ന ടൈപ്പിലാണ്. അപ്പോൾ ലെറ്റർ കോഡിങ്ങിനകത്ത് നമുക്ക് അതിന് മുന്നേ ആയിട്ട് നമുക്ക് ഓൺലൈനായിട്ട് കോഴ്സസ് നമുക്കിപ്പോൾ ഓൾറെഡി പോകുന്നുണ്ട്. ഇപ്പോൾ CGLൻ്റെ ബേസിക് കോഴ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ എല്ലാ റെയിൽവേ എക്സാമുകളാണെങ്കിലും എല്ലാ എക്സാമുകളുടെയും കോഴ്സസ് നമ്മുടെ ആപ്പിൽ ഇപ്പോൾ ലൈവ് ആണ് ആക്ച്വലി. ഇപ്പം നിങ്ങൾക്കിപ്പം നമ്മളിപ്പോൾ യൂട്യൂബിനകത്ത് കുറച്ച് ക്ലാസ്സസ് എടുക്കുന്നുണ്ടെങ്കിൽ കൂടിയും നമുക്കൊരു എന്താ പറയുക, ഒരു ഹാഫ് ആൻ അവർ ടൈമിൽ മാത്രമേ നമുക്ക് എടുക്കുകയുള്ളൂ. പക്ഷേ നമുക്ക് അവിടെയാണെങ്കിൽ നിങ്ങൾക്ക് ഡെയിലി ഒരു 3 hour സെഷൻസ് 3 ഡിഫറെൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സുകളുടെ അല്ലെങ്കിൽ ഡിഫറെൻ്റ് ആയിട്ടുള്ള സബ്ജക്റ്റുകളുടെ നിങ്ങൾക്ക് എന്ത് കിട്ടും, ഒരു ദിവസം തന്നെ ലൈവായിട്ടുള്ള ക്ലാസ്സുകൾ കിട്ടുന്നതാണ്. ഇൻ കേസ് നിങ്ങൾക്ക് ലൈവ് മിസ്സാവുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്താണ് ഓൺലൈനിലുള്ള ക്ലാസ്സുകൾ റെക്കോർഡറായിട്ട് നിങ്ങൾക്ക് എന്താണ് ആ ക്ലാസ്സുകൾ കിട്ടുന്നത്. ഓൾറെഡി നമുക്ക് ഫൗണ്ടേഷൻ ബാച്ച് നിങ്ങൾക്ക് ഇതിൻ്റെ കൂടെ കിട്ടുന്നത് കൊണ്ട് തന്നെ എല്ലാ ക്ലാസ്സിൻ്റെയും റെക്കോർഡ് ക്ലാസ് അതിനകത്ത് ഉണ്ടായിരിക്കുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ലൈവായിട്ടുള്ള ഡൗട്ട്സ് ക്ലിയർ ചെയ്യാനും അതുപോലെ തന്നെ മെൻ്റൽ സപ്പോർട്ടും എല്ലാം നമുക്ക് ഉൾപ്പെടെ നമുക്ക് ഒരു എന്താ പറയുക പ്രോപ്പർ കോഴ്സായിട്ട് നമുക്ക് അറ്റൻഡ് ചെയ്യാൻ നമുക്ക് എന്താണ് ആപ്പിനകത്ത് നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഡീറ്റെയിൽസ് വേണമെങ്കിൽ നിങ്ങൾക്ക് കോൺടാക്ട് നമ്പർ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് ആ നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. കോൺടാക്ട് ചെയ്ത് ഡീറ്റെയിൽസ് ഒക്കെ ചോദിച്ചതിന് ശേഷം നിങ്ങൾക്ക് കൂടുതൽ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ആ കോഴ്സ് പർച്ചേസ് ചെയ്ത് കൂടുതലായിട്ട് നിങ്ങൾക്ക് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് എന്ത് ചെയ്യാം, ക്ലാസ്സസ് അറ്റൻഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ കോഡിങ് ഡീകോഡിങ്ങിലേക്ക് പോകുമ്പോൾ നമുക്ക് ലെറ്റർ കോഡിംഗ് ഉണ്ട്, നമ്പർ കോഡിംഗ് ഉണ്ട്, അങ്ങനെ പല ടൈപ്പ് ഓഫ് കോഡിംഗ് ഉണ്ട്. അതിൻ്റെ ലെറ്റർ കോഡിങ്ങിൻ്റെ കൺസെപ്റ്റിലേക്ക് വരുന്ന സമയത്ത് അതിൻ്റെ നമ്പർ കോഡിങ്ങിൻ്റെ കൺസെപ്റ്റ് ആയാലും വരെ ഒരു വേർഡും കോഡും തന്നിട്ട് നമ്മൾ അതിൻ്റെ കോഡിൻ്റെ ലോജിക്ക് കണ്ടുപിടിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കൊരു ടേബിളിൻ്റെ ആവശ്യം അവിടെ വരും. ഓക്കെ, അപ്പോൾ ടേബിളിൻ്റെ ആവശ്യം വരുന്നത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ലെറ്റേഴ്സും ക്വസ്റ്റ്യൻസ് ഒക്കെ കാണാതെ ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അത് കാണാതെ മനസ്സിൽ വെച്ചിട്ട് ഇതിങ്ങനെയാണ് വരുന്നതൊക്കെ നമുക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ട്. പക്ഷേ നമുക്ക് കൂടുതലും നമുക്ക് വരുന്ന സമയത്ത് ലെറ്റേഴ്സ് തമ്മിൽ കമ്പയറിനൊക്കെ വരുമ്പോൾ നമ്മൾ ഒരുപാട് ആലോചിച്ച് സമയം കളയാറുണ്ട് അങ്ങനെയുള്ള ആൾക്കാർ. അപ്പോൾ അത് ഒഴിവാക്കാനാണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ ടേബിൾ എഴുതുന്നത്. ടേബിൾ എഴുതുമ്പോൾ നിങ്ങൾ നോക്കുക, A മുതൽ M വരെ എഴുതിയിട്ട് N to Z തിരിച്ചാണ് എഴുതുന്നത് കേട്ടോ. എന്നിട്ട് 1 മുതൽ 26 വരെ ക്വസ്റ്റ്യൻസും കൊടുക്കും. എന്നിട്ട് നമ്മൾ ചെയ്യുന്ന വേറെ ഒന്നുമില്ല, നമുക്കിത് വെച്ചിട്ട് നമുക്ക് ഏത് ലെറ്റർ എടുത്താലും ആ ലെറ്ററിൻ്റെ പൊസിഷൻ മനസ്സിലാക്കാൻ സാധിക്കും. അതുപോലെ റിവേഴ്സ് പൊസിഷൻ മനസ്സിലാക്കാൻ സാധിക്കും. റിവേഴ്സ് പൊസിഷൻ വേറെ ഒന്നുമല്ല, ഇസഡിൽ നിന്ന് 1, 2, 3, 4 8 വരുന്ന നമ്പറാണ് റിവേഴ്സ് പൊസിഷൻ എന്ന് പറയുന്നത്. ഓപ്പോസിറ്റ് ലെറ്റേഴ്സ് മനസ്സിലാക്കാൻ സാധിക്കും. നിങ്ങൾ ഇങ്ങനെ എഴുതിയിരിക്കുമ്പോൾ ഓപ്പോസിറ്റ് ഇരിക്കുന്നില്ലേ, അവരെ മനസ്സിലാക്കാൻ സാധിക്കും. ഇതൊക്കെ നമുക്ക് ടേബിൾ നോക്കിയാൽ പെട്ടെന്ന് കിട്ടും. ലെറ്റേഴ്സ് അത് കാണാൻ പഠിച്ചു ചെയ്യുകയാണെങ്കിൽ ഇതിനൊക്കെ ഓരോന്നിനും റിവേഴ്സ് പൊസിഷൻ മനസ്സിലാക്കാൻ ഇക്വേഷൻ പഠിക്കണം. പൊസിഷൻ കണ്ടുപിടിക്കാൻ നമ്മൾ കണ്ടുപിടിച്ചിട്ട് റിവേഴ്സ് പൊസിഷൻ കണ്ടുപിടിക്കണം. അങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് നമുക്ക് കുറച്ച് വർക്ക് കൂടുതലായിട്ട് വരും. അതേസമയം ഒരു കോഡ് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ നമുക്ക് എന്താണ് ടേബിൾ ഉണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ അതാണ് ടേബിളിൻ്റെ യൂസ് എന്ന് പറയുന്നത്. ടേബിളിൻ്റെ ഉപയോഗം വെച്ച് നമുക്ക് എന്താണ് പെട്ടെന്ന് ആൻസറിലേക്ക് പോകാനും സാധിക്കും കോഡിംഗ് ഡീകോഡിങ്ങിൻ്റെ. ഓക്കെ,
ഫസ്റ്റ് ക്വസ്റ്റിലേക്ക് ഞാൻ പോവാണ്. ഓരോ ബേസിക് ആയിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പോൾ നിങ്ങൾ നോക്കിയേ, ഒരു ക്വസ്റ്റ്യൻ കൊടുത്തിരിക്കുകയാണ്. ഇൻ സഡൻ കോഡ് ലാംഗ്വേജ് സൈറ്റോസ്കെൽട്ടൺ ആണെന്നാണ് തോന്നുന്നത്. ആ ഒരു വേർഡ് സ്കെൽട്ടൺ ഈസ് റിട്ടൺ ആസ് TYCKSOELENOT എന്ന് പറഞ്ഞ് കോഡിയിട്ടുണ്ട്. അതുപോലെ മാൽ ന്യൂട്രീഷൻ ഈസ് റിട്ടൺ ആസ് LAMTUNTIRNO എന്ന് കോഡിയിട്ടുണ്ട്. അങ്ങനെയാണ് ഹൗ വിൽ എലിറ്ററേഷൻ ബി റിട്ടൺ ഇൻ ദാറ്റ് ലാംഗ്വേജ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, കുറച്ച് വലിയ വേർഡുകളൊക്കെയാണ് തന്നിരിക്കുന്നത്. അപ്പോൾ 2 വേർഡുകൾ നിങ്ങൾക്ക് തന്നിട്ടുണ്ട്, 2 വേർഡുകളുടെ കോഡും തന്നിട്ടുണ്ട്, എന്നിട്ടൊരു പുതിയ വേർഡിന് കോഡ് ചെയ്യാൻ ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, ലെറ്റർ കോഡിങ്ങിൻ്റെ കേസിൽ നിങ്ങൾക്ക് കുറച്ച് വലിയ വേർഡാണെങ്കിലും ചെറിയ വേർഡാണെങ്കിലും വേർഡ് അവിടെയും കോഡ് ഇവിടെ ആയിട്ടൊക്കെ കിടക്കുന്നത്. നമുക്കത് കമ്പയർ ചെയ്യാന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും ലെറ്റർ കോഡിങ്ങിൻ്റെ ക്വസ്റ്റ്യൻ കിട്ടുമ്പോൾ വേർഡും കോഡും എടുത്ത് എഴുതാം. അപ്പോൾ ഞാനിപ്പോൾ ഇതിനകത്തുള്ള വേർഡും കോഡും എടുത്ത് എഴുതുവാണ്. CYTOSKELETON. ഓക്കെ, ഇതാണ് നമുക്ക് തരുന്ന ഫസ്റ്റ് വേർഡ്. അതിൻ്റെ കോഡ് ഒന്ന് എടുത്ത് എഴുതുമ്പോൾ ഞാൻ വരുമ്പോൾ TYCKSOELENOT ഇങ്ങനെയാണ് തന്നിരിക്കുന്നത്. അപ്പം നമ്മൾ ആ വേർഡും കോഡും എടുത്ത് എഴുതിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, എപ്പോഴും കമ്പയർ ചെയ്യുന്നത്. അപ്പം എങ്ങനെ ഈ വേർഡ് കോഡായി എന്നുള്ളതാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. ഓക്കെ, അപ്പം നിങ്ങളിവിടെ നോക്കുകയാണെങ്കിൽ ഞാനിപ്പോൾ ടേബിൾ കൊടുത്തിട്ടില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ആക്ച്വലി ലെറ്റേഴ്സ് ചേഞ്ച് ചെയ്ത് വരുന്ന കോഡിങ് അല്ല, പൊസിഷൻസ് മാത്രം ചേഞ്ച് ചെയ്ത് വരുന്ന കോഡിങ് ആണ്. നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഇതിനകത്തുള്ള ലെറ്റേഴ്സിൻ്റെ പൊസിഷൻസ് മാത്രം ചേഞ്ച് ചെയ്തുകൊണ്ടാണ് ഇത് ചെയ്യുന്നത് ഇവിടെ കോഡിങ് നടന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് നോക്കുക എങ്ങനെയാണ് ലെറ്റേഴ്സിൻ്റെ പൊസിഷൻസ് ചേഞ്ച് ചെയ്യുന്നത് എന്ന് നിങ്ങൾ നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലാകും. ദാ ഫസ്റ്റ് 3 ലെറ്റേഴ്സ് CYT ആയിരുന്നു, അവരെന്ത് ചെയ്യുന്നു TYC എന്ന് തിരിച്ചെഴുതിയിരിക്കുന്നു. അടുത്ത OSK അവരെന്ത് ചെയ്തു KSO എന്ന് എഴുതി. ELE തിരിച്ചെഴുതുമ്പോഴും ELE ആയതുകൊണ്ട് തിരിച്ചെഴുതാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല, പക്ഷേ തിരിച്ചെഴുതാണ്. TON അവരെന്ത് ചെയ്തു NOT എന്ന് എഴുതി. ഓക്കെ, ഇവിടെ ഒരു ചെറിയ ഡൗട്ട് ഉണ്ടെങ്കിലും ബാക്കിയെല്ലാം നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലാക്കാൻ പറ്റി. 3 ലെറ്റേഴ്സ് വെച്ച് ഡിവൈഡ് ചെയ്തിട്ട് അവരെന്ത് ചെയ്തു തിരിച്ചെഴുതിയിരിക്കുകയാണ്. ഇതൊന്ന് കൺഫേം ചെയ്യാം നമുക്ക്, കാരണം എക്സ്ട്രാ വേർഡ് തന്നിട്ടുണ്ട്, നിങ്ങൾക്ക് അത് കൺഫേം ചെയ്യാം. അപ്പോൾ ഞാനൊന്ന് എഴുതി നോക്കുവാണ്. MALNUTRITION. ഓക്കെ, ഞാൻ എഴുതിക്കുന്നത് എങ്ങനെയാണ് LAMTUNTIRNOI. കണ്ടോ, തിരിച്ചെഴുതിയിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ നോക്കുകയാണ് അതിൻ്റെ കോഡ് നിങ്ങൾ നോക്കുമ്പോൾ ഇതേ ലോജിക്കാണ് ഇവിടെ വന്ന് നോക്കിയേ. MAL LAM ആവുന്നു, NETU TUNI, RIT TIRI ION NOI. അപ്പോൾ നമുക്ക് ഉറപ്പിക്കാമല്ലോ 3 ലെറ്റേഴ്സ് വെച്ച് ഡിവൈഡ് ചെയ്തിട്ട് അവരെന്ത് ചെയ്തു തിരിച്ചെഴുതി. ഇതാണ് ഇവിടുത്തെ ലോജിക്ക് എന്ന് പറയുന്നത്. റീഅറേഞ്ച്മെൻറ്റ് ചെയ്യുകയാണ്, ക്വസ്റ്റ്യൻസിനെ റീഅറേഞ്ച്മെൻറ്റ് ചെയ്യുകയാണ് അവർ ചെയ്യുന്നത്. അപ്പോൾ ലോജിക്ക് കൺഫേം ആയല്ലോ. ഇനി നമ്മൾ എന്ത് ചെയ്യുക, തന്നിരിക്കുന്ന വേർഡിനെ മാറ്റി എഴുതുക. എങ്ങനെയായിരിക്കും, ആദ്യത്തെ 3 ലെറ്റർ മാറ്റുമ്പോൾ LLA വരും. LLA വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്ന 3 ഓപ്ഷനേ ഉള്ളൂ, നമുക്ക് 3ാമത്തെ ഓപ്ഷൻ കളയാം. ഓക്കെ, അടുത്ത വരുന്നത് ETI. ഓക്കെ, അടുത്ത നിങ്ങൾ നോക്കുക ETI ഓക്കെയാണ്. അടുത്ത വരുന്നത് RIT ആണ്, അപ്പോൾ TAR എന്ന് വരും അല്ലേ. TAR ഓക്കെയാണ്, ATR ഓക്കെ അല്ല, വെട്ടിക്കളയാം. TRA ആണ്, അതും വെട്ടിക്കളയാം. ബാക്കി നോക്കേണ്ട ആവശ്യമില്ല, ബാക്കി ഒരെണ്ണമല്ലേ ഉള്ളൂ. അപ്പോൾ അതായിരിക്കും ഇവിടെ ആൻസർ വരിക. ഫുള്ള് എഴുതി വെച്ച് നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. സിംഗിൾ ബൈ സിംഗിൾ ലെറ്റേഴ്സ് ഒക്കെ നോക്കുമ്പോൾ തന്നെ നമുക്ക് എന്താണ് പെട്ടെന്ന് എലിമിനേറ്റ് ആൻസറിലേക്ക് പോകാൻ സാധിക്കുന്നുണ്ട്. നമ്മുടെ ആൻസർ ആയിരിക്കും ഫസ്റ്റ് ഓപ്ഷൻ ആയിരിക്കും. കണ്ടോ, ജസ്റ്റ് ആ ലോജിക്ക് കൺഫേം ചെയ്യുക, അല്ലെങ്കിൽ ജസ്റ്റ് ജോലിക്ക് മനസ്സിലാക്കുക. ഒരു വേർഡും കോഡും എടുത്ത് വെച്ചിട്ട് നിങ്ങൾ ആദ്യം ലോജിക്ക് മനസ്സിലാക്കുക. എൻ്റെ രണ്ടാമത്തെ എക്സാമ്പിൾ എന്ത് ചെയ്യുക, ലോജിക്ക് കൺഫേം ചെയ്യുക, എന്നിട്ട് എന്ത് ചെയ്യുക, ക്വസ്റ്റിനെ മാറ്റി എഴുതാം. നോക്കി, ഇതൊക്കെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, ഞാനിത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് വെച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഇവിടെ ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. ഓക്കെ, നോർമൽ ബേസിക് ക്ലാസ് അല്ല, ഞാൻ ബേസിക് ക്ലാസ് ആകുമ്പോൾ വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻസ് എടുത്തിരിക്കുന്നത്. പക്ഷേ ഞാനിവിടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിന് എടുത്തിരിക്കുന്നത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും കാണാൻ സാധിക്കും, ആ ലോജിക്കിലുള്ള ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും, ആ ടൈപ്പുകൾ മനസ്സിലാക്കാൻ പറ്റും. അതുകൊണ്ടാണ് ഞാൻ മാക്സിമം അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് എടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇനി വരുന്ന ക്വസ്റ്റ്യൻസ് നമുക്ക് എങ്ങനെയാണെന്ന് ചെയ്യുന്നത് നോക്കാം. അപ്പോൾ നിങ്ങൾ എപ്പോഴും ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ഒരു വേർഡും കോഡും കിട്ടുമ്പോൾ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് അത് റീഅറേഞ്ച്മെന്റ് ചെയ്താണോ കോഡിങ് നടന്നിരിക്കുന്നത്, വെറുതെ പൊസിഷൻസ് മാത്രം മാറ്റിയാണോ ചെയ്തിരിക്കുന്നത്, നിങ്ങൾ ആദ്യം നോക്കണം. എന്നിട്ട് വേണം നിങ്ങൾ എന്ത് ചെയ്യാൻ, ലെറ്റർ മാറിയിട്ടുണ്ടോ നോക്കേണ്ട ആവശ്യമുള്ളൂ കേട്ടോ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. ഇൻ സഡൻ കോഡ് ലാംഗ്വേജ് അഡ്വാൻസ് ഈസ് റിട്ടൺ ആസ് VDAECN എന്ന് പറഞ്ഞ് കോഡ് ചെയ്തിട്ടുണ്ട്. നോക്കാം, അഡ്വാൻസ് എടുത്ത് എഴുതി വെച്ച് നോക്കുക, എങ്കിൽ മാത്രമേ നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കത്തുള്ളൂ കേട്ടോ. VDAECN. ഓക്കെ, ഇത് നമ്മൾ കമ്പയർ ചെയ്ത് നോക്കുക. ഇത് നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലാക്കാറുണ്ട്. ഇത് ആദ്യത്തെ 3 തിരിച്ചെഴുതിയിട്ടുണ്ട്, അവസാനത്തെ 3 തിരിച്ചെഴുതിയിട്ടുണ്ട്, നടുക്കത്തത് അതുപോലെ എഴുതി വെച്ചേക്കാണ്. വേറൊരു എക്സാമ്പിൾ തന്നിട്ടുണ്ട്, നമുക്ക് അതൊന്ന് കൺഫേം ചെയ്ത് നോക്കാം. നോക്കിയേ, ബേബി സിറ്റ് എന്നാണ് തന്നിരിക്കുന്നത്. അതിൻ്റെ കോഡ് വരുമ്പോഴത്തേക്കും BABY
YTIS. ഓക്കെ, അപ്പോൾ നിങ്ങൾ നോക്കുന്ന സമയത്ത് ആദ്യത്തെ 3 നിങ്ങൾ ഡിവൈഡ് തിരിച്ചെഴുതിയാൽ അത് തന്നെയാണ് വരുന്നത്, അതുകൊണ്ട് അറിയാൻ പറ്റില്ല. പക്ഷേ നടുക്കുള്ള ആൾ അതുപോലെ തന്നെ ഇരിപ്പുണ്ട് കേട്ടോ, അത് ശ്രദ്ധിച്ചോ. അടുത്ത നോക്കി SID എന്തായി മാറുന്നു, TAS ആയി മാറുന്നു. അപ്പോൾ അത് കൺഫേം ചെയ്യാൻ സാധിക്കും, നടുക്കുള്ള ആൾക്ക് മാറ്റം വരുന്നില്ല, ബാക്കി 3 എന്ത് ചെയ്യുന്നു, തിരിച്ചെഴുതുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇനി ചോദിക്കുന്ന വേർഡ് അഫബിൾ എന്നൊരു വേർഡാണ്. നമ്മൾ 3 വെച്ച് ഡിവൈഡ് ചെയ്ത് നമുക്ക് എന്താണ്, നടുക്കുള്ള ആൾ അതുപോലെ വരും, അതിന് മാറ്റം വരില്ല. പിന്നെ FFA വരുന്ന ആൾക്കാർ മാത്രം നോക്കിയാൽ മതി, 4ാമത്തെ ഓപ്ഷൻ കളയാം. ലാസ്റ്റ് ELB വരുന്ന ഓപ്ഷൻ ഏതാണ്, ഓപ്ഷൻ 2 ആണ്. ബാക്കി രണ്ടും എന്ത് ചെയ്യാം, ക്യാൻസൽ ചെയ്യാം. കണ്ടോ? അപ്പം ലോജിക്ക് മനസ്സിലാക്കുക എന്നുള്ളതാണ് നിങ്ങൾ ചെയ്യുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ നോക്കുന്നത് പൊസിഷൻസ് റീഅറേഞ്ച് ഉള്ളതാണ്. അതെങ്ങനെ മനസ്സിലാക്കാം, നിങ്ങൾക്ക് തന്നിരിക്കുന്ന വേർഡ് ലെറ്റേഴ്സ് മാത്രമേ അവിടെ കാണത്തുള്ളൂ എങ്കിൽ പൊസിഷൻസ് റീഅറേഞ്ച് ചെയ്യുന്നതാണ് എന്ന് മനസ്സിലാക്കിയെടുക്കാൻ പറ്റും. ഓക്കെ, അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കിയേ, എങ്ങനെ വരും നോക്കാം. നിങ്ങളായിട്ട് കണ്ടുപിടിക്കാൻ ശ്രമിക്കുക, ഇതൊക്കെ നിങ്ങളായിട്ടൊന്ന് കണ്ടുപിടിക്കാൻ ശ്രമിച്ചിട്ട് ചെയ്യാം. ഇവിടെ വരുമ്പോഴത്തേക്കും ന്യൂമറിക്കലാണ് തന്നിരിക്കുന്നത്, അതിൻ്റെ കോഡ് തന്നിരിക്കുന്നത് ഇങ്ങനെയാണ്, ICALNUM ഓക്കെ, NUMERICALICALRNUME ഇങ്ങനെയാണ് തന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് വന്നതെന്ന് നോക്കിയേ നിങ്ങൾ. സിമ്പിളാണ്, നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാക്കാൻ പറ്റും അല്ലേ. ഇവിടെ അവരെന്ത് വെച്ച് കഴിഞ്ഞാൽ 4 വെച്ച് ഡിവൈഡ്, നടുക്കുള്ള ആൾ അവിടെ ഇട്ടു അല്ലേ. നടുക്കുള്ള ആൾ അതുപോലെ ഇട്ടിട്ട് അവരെന്ത് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് ഹാഫിനെടുത്ത് ലാസ്റ്റ് എഴുതി, ലാസ്റ്റ് ഹാഫിനെടുത്ത് ഫസ്റ്റ് എഴുതി വെച്ചിരിക്കുന്നു. കണ്ടോ, നടുക്കുള്ള ആളെ പിടിച്ച് അവിടെ ഇരുത്തിയിട്ട് ഫസ്റ്റ് ഉള്ളതിനെ പിടിച്ച് അവസാനം, ലാസ്റ്റ് ഉള്ളതിനെ പിടിച്ച് എന്ത് ചെയ്തു, ഫസ്റ്റ് എടുത്തിട്ടു. നമുക്കൊന്ന് കൺഫേം ചെയ്യാൻ വേറെ വേർഡ് അടപ്പുണ്ട് അല്ലേ, സ്കാറ്റേർഡ് ആണ് കിടക്കുന്നത്. തന്നിരിക്കുന്ന കോഡ് നോക്കിയേ, EREDTSCAT. ഓക്കെ, ടി അതുപോലെ വന്നിട്ടുണ്ട്, നടുക്കുള്ള ഇവിടെ അതുപോലെ വന്നിട്ട്, SCAT ഇതാ ഇവിടെ വന്നിട്ടുണ്ട്, ERED എന്ത് ചെയ്യുന്നുണ്ട്, ഇവിടെ വന്നിട്ടുണ്ട്. കൺഫേം ആയല്ലോ. ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു, മാറ്റുന്നത് എങ്ങനെ മാറ്റാം, എക്സ്പ്ലോഷനെ മാറ്റുന്ന സമയത്ത് O എന്തായാലും അവിടെ ആയിരിക്കും. ഇവിടെ വരുമ്പോഴത്തേക്ക് എന്താണ്, SION വരും. SION ആണ് എല്ലായിടത്തും വന്നിരിക്കുന്നത്. അടുത്തത് ON ആണ് എല്ലായിടത്തും വന്നിരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് എന്താണ്, EXPL. ഓക്കെ, അപ്പോൾ EXPL കറക്റ്റുള്ള നോക്കിയാൽ മതി, നമ്മുടെ ആൻസർ ആയി. ഓപ്ഷൻ 2 ആണ് ആൻസർ വരുന്നത്. കണ്ടോ, സിമ്പിളാണ്, കൺസെപ്റ്റ് വളരെ സിമ്പിളാണ്, പക്ഷെ നമുക്കത് നോക്കി പെട്ടെന്ന് മനസ്സിലാക്കി ആൻസറിലേക്ക് പോകണം. ഇത് ഞാനിപ്പോൾ ആദ്യത്തത് എഴുതി വെച്ച് നോക്കും, രണ്ടാമത്തെ എഴുതി വെച്ച് നോക്കണ്ട, അവിടെ വെച്ച് തന്നെയാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ നോക്കാം. ഓക്കെ, രണ്ടാമത് എഴുതി വെച്ച് നമ്മൾ സമയങ്ങളൊന്നുമില്ല, മാക്സിമം ടൈം സേവ് ചെയ്യാൻ വേണ്ടി നിങ്ങൾ ശ്രമിക്കുക. അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കിയേ, ബിഹോൾഡ് എന്നൊരു വേർഡ് വന്നിട്ടുണ്ട്. നിങ്ങളിതൊക്കെ ഞാൻ ചെയ്യുന്നതിന് മുന്നേ ചെയ്തിട്ട് ചെയ്യാൻ നോക്കുക, അതെങ്കിലും നിങ്ങൾക്ക് അത് യൂസ് ഉള്ളൂ കേട്ടോ. ബിഹോൾഡിന് അവർ റൈറ്റ് ചെയ്യുന്നത് ഇങ്ങനെയാണ്, BDEHLO എന്നാണ് കോഡ് ചെയ്തിരിക്കുന്നത്. ബിഹോൾഡ് എങ്ങനെ BDEHLO എന്ന് പറഞ്ഞ് കോഡ് ചെയ്തു. അപ്പം നിങ്ങൾ നോക്കുമ്പോൾ ഇതിനകത്തുള്ള ലെറ്റേഴ്സ് മാത്രമേ ഉള്ളൂ. അപ്പം എന്താണ്, റീഅറേഞ്ച്മെന്റ് ആണ് അല്ലേ. അപ്പോൾ എങ്ങനെ റീഅറേഞ്ച്മെന്റ് ചെയ്തു എന്നാണ് നിങ്ങൾ നോക്കേണ്ടത്. നിങ്ങൾ നോക്കിയേ, എങ്ങനെ റീഅറേഞ്ച് ചെയ്ത് നോക്കിയേ. പലരും ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ബി ഇവിടെ വരുന്നു, ലാസ്റ്റ് വേർഡ് സെക്കൻഡ് കൊണ്ടുവരുന്നു, ഇവിടുത്തെ സെക്കൻഡ് തേർഡിൽ പോകുന്നു, ഇവിടുത്തെ തേർഡ് ഫോർത്തിലേക്ക് പോകുന്നു. ഇങ്ങനെ ചിന്തിക്കുകയാണ് പലരും ചെയ്യുന്നത്. ശ്രദ്ധിക്കുക, ആ ലെറ്റേഴ്സിന് ഒരു പ്രത്യേകത ഉണ്ട്. നിങ്ങൾ നോക്കിയേ, BDEHLO കണ്ടോ, BDEHLO ആൽഫബറ്റിക്കൽ ഓർഡർ നിങ്ങൾ എഴുതി വെച്ചിരിക്കുകയല്ലേ. നിങ്ങൾക്ക് തന്നിരിക്കുന്ന വേർഡ് ലെറ്റേഴ്സിനെ ആൽഫബറ്റിക്കൽ ഓർഡർ ചെയ്ത്. അപ്പം ഈ റീഅറേഞ്ച്മെന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വെറുതെ അവിടെ ഇവിടെയും പൊസിഷൻസ് മാറ്റിയിടുന്ന രീതിയിൽ ചുമ്മാ പാറ്റേൺസ് വരാം, അല്ലെങ്കിൽ ഇതുപോലത്തെ ലോജിക്കലും വരാം കേട്ടോ. ഇവിടെ റീഅറേഞ്ച്മെന്റ് ചെയ്യുന്ന സമയത്ത് അവർ എന്താണ്, ആൽഫബറ്റിക്കൽ ഓർഡറിലാണ് റീഅറേഞ്ച്മെന്റ് ചെയ്തിരിക്കുന്നത്. ജസ്റ്റ് ഒന്ന് കൺഫേം ചെയ്ത് നോക്കാം. നിങ്ങൾക്ക് തന്നിരുന്ന വേർഡ് നോക്കിയേ, ഇൻഡീഡ് എന്നൊരു വേർഡ് വന്നിട്ടുണ്ട്, അതിന് എഴുതി നോക്കിയേ, DDEEIN കണ്ടോ. ആദ്യം ഡി വന്നു, ആൽഫബറ്റിക്കൽ ഓർഡറിൽ ആദ്യം ഡി ആണല്ലോ, പിന്നെ ഇ ആണ്, പിന്നെ ഐ വന്നു, പിന്നെ എൻ വന്നു, ആൽഫബറ്റിക്കൽ ഓർഡറിലാണ് എഴുതുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇതിനകത്തുള്ള ലെറ്റേഴ്സിനെ ആൽഫബറ്റിക്കൽ ഓർഡറിൽ എഴുതി കഴിഞ്ഞാൽ നമുക്ക് എന്തായി ആൻസർ. അപ്പോൾ നിങ്ങൾ നോക്കുമ്പോൾ CE ആയിരിക്കും ആദ്യം വരിക, CE ഓക്കെ ആണ്. തേർഡ് ലെറ്റർ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഏതായിരിക്കും വരിക, O ആയിരിക്കും വരിക അല്ലേ. നമുക്ക് എന്താണ്, ഫസ്റ്റ് ഓപ്ഷൻ കളയാൻ പറ്റും. O കഴിഞ്ഞ് പിന്നെ അതായിരിക്കും ആരാ വരിക, R ആയിരിക്കും വരിക അല്ലേ. R വരുന്ന 2 ഓപ്ഷൻ ഉണ്ട്, ഇത് കളയാം. അത് കഴിഞ്ഞിട്ട് S ആയിരിക്കും വരിക, അത് കഴിഞ്ഞിട്ട് U ആയിരിക്കും വരിക അല്ലേ. നമ്മുടെ ആൻസർ എന്തായിരിക്കും, 4th one ആയിരിക്കും. കണ്ടോ, റീഅറേഞ്ച്മെന്റ് ആണ്. റീഅറേഞ്ച്മെന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പൊസിഷൻസ് റീഅറേഞ്ച് ആണ് ചെയ്യുന്നത് ലെറ്റേഴ്സിന്റെ. അപ്പോൾ ലെറ്റേഴ്സിന്റെ പൊസിഷൻസ് റീഅറേഞ്ച് ചെയ്യുന്ന സമയത്ത് ചുമ്മാ നമുക്ക് അവിടെ ഇവിടെയൊക്കെ പിടിച്ചിടുന്ന രീതിയിൽ നമ്മൾ നേരത്തെ കണ്ട രീതിയിലുള്ള പല പാറ്റേൺസ് കാണാം. അല്ലാണ്ട് നമുക്ക് എന്താണ്, ഇതുപോലെയുള്ള ആൽഫബറ്റിക്കൽ ഓർഡറിൽ അറേഞ്ച്മെന്റോ അല്ലെങ്കിൽ വവൽസ് കൺസണൻസ് കൺസെപ്റ്റ് ഒക്കെ നമുക്ക് എന്താണ് ഉപയോഗിച്ച് കാണാൻ സാധിക്കും. അതൊക്കെ നിങ്ങൾ ഒരുപാട് ക്വസ്റ്റ്യൻസ് കാണുമ്പോൾ ഒരുപാട് ലോജിക്കൽ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും എന്താ സംഭവം എന്ന്.
ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. അപ്പോൾ അവിടെ വന്നപ്പോൾ ഞാനിപ്പോൾ ടേബിൾ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. അതിന് അർത്ഥം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ഡെന്റിസ്റ്റ് എന്ന് പറയുന്ന വേർഡിലെ ലെറ്റേഴ്സും തന്നിരിക്കുന്ന കോഡ് ലെറ്റേഴ്സായിട്ട് നിങ്ങൾ നോക്കിയ ഒരു കാര്യം മനസ്സിലാക്കാൻ സാധിക്കും. ഡെന്റിസ്റ്റിലെ ലെറ്റേഴ്സ് അല്ല ഇവിടെ കിടക്കുന്നത് മനസ്സിലാക്കാൻ സാധിക്കും. ഞാനൊന്ന് എടുത്ത് എഴുതുവാണേ. ഡെന്റിസ്റ്റ് എന്നൊരു വേർഡ് ഞാൻ നമുക്ക് തന്നിട്ടുണ്ട്. എന്നിട്ട് അതിലെ കോഡ് നമുക്ക് തന്നിരിക്കുന്നത് ഇങ്ങനെയാണ്, CDMSHRS. ഓക്കെ, ഇങ്ങനെയാണ് തന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ നോക്കുമ്പോൾ ഇതിനകത്തുള്ള എല്ലാ ലെറ്റേഴ്സും ഇവിടെ ഇല്ല എന്ന് വെച്ചാൽ ഇതെന്തല്ല, റീഅറേഞ്ച്മെന്റ് ചെയ്ത കോഡിംഗ് അല്ല, ലെറ്റേഴ്സിന് മാറ്റം ഉണ്ടാകുന്നുണ്ട്. ഇവിടെയാണ് ടേബിളിൻ്റെ ആവശ്യം നമുക്ക് വരിക. ഓക്കെ, ഇവിടെയാണ് നമുക്ക് ടേബിളിൻ്റെ ആവശ്യം വരിക. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ സിംഗിൾ ബൈ സിംഗിൾ ലെറ്റേഴ്സ് എന്ത് ചെയ്യും, നേരെ താഴെ വരുന്ന ലെറ്റേഴ്സ് തമ്മിലുള്ള റിലേഷൻ നമ്മൾ നോക്കും. ഇപ്പോൾ ഡിയും സിയും നമ്മൾ ഞാൻ റിലേഷൻ നോക്കുകയാണെങ്കിൽ, ഡിക്ക് തൊട്ട് മുന്നേ ആളാണ് സി എന്ന് പറയുന്നത്, ഒരു പൊസിഷൻ പുറകിലോട്ട് എടുത്തേക്കാണ്. ഇയും ഡിയും നോക്കിയാൽ ഇക്ക് തൊട്ട് പുറകിലുള്ള ഡി -1, NMും -1, TMSും -1, IMHും -1, SRും -1, TMSും -1. കണ്ടോ? അപ്പോൾ എല്ലാ ലെറ്റേഴ്സും ഒരു പൊസിഷൻ പുറകിലോട്ട് എടുത്തേക്കാണ്. അപ്പോൾ നമുക്ക് 2 എക്സാമ്പിൾ കിടപ്പുണ്ട്, രണ്ടിലും ഒന്ന് ജസ്റ്റ് ഒന്ന് കൺഫേം ചെയ്തേക്കണം കേട്ടോ. അപ്പോൾ ടൂത്തിന് നമുക്ക് ഇങ്ങനെ തന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ടിയുടെ തൊട്ട് മുന്നേയുള്ള ലെറ്റർ എന്ന് പറഞ്ഞാൽ എസ് ആണ്, എസ് വന്നു. ഒക്ക് തൊട്ട് മുന്നേയുള്ളത് N ആണ്, രണ്ടിടത്ത് N വന്നിട്ടുണ്ട്. ടിക്ക് തൊട്ട് മുന്നേയുള്ള എസ് വന്നിട്ടുണ്ട്, എച്ചിന് തൊട്ട് മുന്നേയുള്ള ജിയും കിടപ്പുണ്ട്. അത് കൺഫേം ആക്കാൻ സാധിക്കും. എന്ന് വെച്ചാൽ രണ്ടിടത്ത് അവർ ചെയ്തിരിക്കുന്നത് എല്ലാ ലെറ്റേഴ്സിനും ഒരു പൊസിഷൻ പുറകിലോട്ട് എടുത്തിരിക്കുന്നത്, ഒരു പൊസിഷൻ പുറകിലുള്ള ലെറ്റേഴ്സ് വെച്ച് കോഡ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന വേർഡ് എന്താണ്, ഹീലിംഗ് ആണ്. ഇതിനകത്തുള്ള ലെറ്റേഴ്സിന് ഒരു ലെറ്റർ പുറകിലോട്ട് എടുത്താൽ മതി. എന്ന് വെച്ചാൽ എച്ചിന് ഒരു ലെറ്റർ പുറകിൽ വരുന്ന ആരാണ്, ജി ആണ്. അപ്പം ജി വെച്ചുള്ളതായിരിക്കും നിങ്ങളുടെ കോഡ് വരുന്നത്. നമുക്ക് 1ഉം 2ഉം 1ഉം 3ഉം കളയാം. ഓക്കെ, അപ്പോൾ ഈ ആകുമ്പോൾ ഡി ആയിരിക്കും വരിക, ഡി 2 വന്നിട്ടുണ്ട്. അടുത്ത ഇസഡ് ഓക്കെ ആണ്, എക്ക് മുന്നേയുള്ള ഇസഡ് ഓക്കെ ആണ്. അവിടെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ നെക്സ്റ്റ് ലെറ്റർ നമുക്ക് എൽ ആണ് വരുന്നത്. എല്ലിന് തൊട്ട് മുന്നേയുള്ളത് ആരാണ്, കെ ആണ്. കെ വരുന്നതാണ് നമ്മുടെ ആൻസർ. ദാ 4th വണ്ണാണ് ആൻസർ, സെക്കൻഡ് വണ്ണല്ല. ഞാൻ ബാക്കി ലെറ്റേഴ്സ് നോക്കിയില്ല, കാരണം നിങ്ങളിവിടെ നോക്കുമ്പോൾ എലിമിനേറ്റ് ചെയ്ത് പോയപ്പോൾ 3 എണ്ണം പോയി കഴിഞ്ഞാൽ ബാക്കി പിന്നെ ഒന്ന് മാത്രമേ ഉള്ളൂ, അത് തന്നെയായിരിക്കും ആൻസർ വരിക. പിന്നെ നിങ്ങൾ അവിടെ പിന്നെ ബാക്കിയുള്ള ലെറ്റേഴ്സ് എല്ലാം മാറ്റി എഴുതി നോക്കണമെന്നില്ല, അത് തന്നെയായിരിക്കും ആൻസർ വരിക കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ലെറ്റർ കോഡിംഗ് കൺസെപ്റ്റിന്റെ മെയിൻ ടൈപ്പ്. നമ്മുടെ ഈ ടേബിളിന്റെ സഹായത്തോടെ നമ്മൾ ചെയ്യുന്ന ലെറ്റർ കോഡിങ്ങിന്റെ മെയിൻ ടൈപ്പ് എന്ന് പറയുന്നത്. മറ്റേത് റീഅറേഞ്ച്മെന്റ് ടൈപ്പാണ് കണ്ടത്, നമ്മൾ ജസ്റ്റ് പൊസിഷൻസ് റീഅറേഞ്ച് കണ്ടത്. ഇവിടെ ലെറ്റേഴ്സിന് ചേഞ്ച് ഉള്ള കൺസെപ്റ്റ് ആണ് ഇവിടെ കണ്ടത്. നോക്കാം, ഇതിന്റെ കുറച്ച് മോഡലുകൾ നമുക്ക് നോക്കാം. പല പല ടൈപ്പും പല പല ലോജിക്കുകളാണ് ഇവിടെ നിങ്ങൾ കാണാൻ പോകുന്നത്. ഇവിടെ നോക്കിയേ, സിലിണ്ടറിനെ കോഡ് ചെയ്തേക്കാണ്. സിലിണ്ടർ എന്ന് പറയുന്നൊരു വേർഡിനെ അവർ കോഡ് ചെയ്തേക്കാണ്. എങ്ങനെ കോഡ് ചെയ്ത് നോക്കിയേ, CYLJNDFR, ഇങ്ങനെയാണ് കോഡ് ചെയ്തിരിക്കുന്നത്. അപ്പം നിങ്ങൾ നോക്കുന്ന സമയത്ത് അതിനകത്ത് ഏകദേശമുള്ള ലെറ്റേഴ്സ് എല്ലാം അതുപോലെ ഉണ്ട്, പക്ഷെ ചില ലെറ്റേഴ്സിന് മാറ്റമുണ്ട്. അപ്പം നിങ്ങൾ നോക്കുമ്പോൾ സി അതുപോലെ വന്നിട്ടുണ്ട്, വൈ അതുപോലെ വന്നിട്ടുണ്ട്, എൽ വന്നിട്ടുണ്ട്. പക്ഷെ ഐക്ക് പകരം എന്ത് ചെയ്യുന്നു, ജെ കൊടുത്തിരിക്കുന്നു. ഓക്കെ, എൻ അതുപോലെ വന്നു, ഡി അതുപോലെ വന്നു, ഇക്ക് പകരം എഫ് വന്നു, ആറിന് മാറ്റമില്ല. അപ്പോൾ എന്തുകൊണ്ട് ചില ലെറ്റേഴ്സിന് മാറ്റം വരുന്നു, ചില ലെറ്റേഴ്സിന് മാറ്റം വരും. അപ്പോൾ ചില ലെറ്റേഴ്സിന് മാറ്റം വരുമ്പോൾ അതെന്തോ ഒരു പ്രത്യേകതയുള്ള ലെറ്റേഴ്സ് ആയിരിക്കും അല്ലേ. അപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കുമ്പോൾ ഐക്കും ഇക്കും ആണ് ചേഞ്ച് വന്നിരിക്കുന്നത്. അപ്പോൾ ഈ 2 ലെറ്റേഴ്സും എന്താണ്, വൗവൽസ് ആണ് അല്ലേ. അത് എങ്ങനെ മാറിയത്, ഒരു പൊസിഷൻ മാറിയുള്ള ലെറ്റേഴ്സ് എന്ത് ചെയ്യുന്നു, അവർ കോഡ് ചെയ്തേക്കാണ്. നമുക്ക് നോക്കാം, നമുക്ക് അടുത്തൊരു വേർഡ് ഉണ്ടല്ലോ, അതുകൂടെ ജസ്റ്റ് നോക്കാം. നോക്കിയേ, സെട്ടനിൽ നിങ്ങൾ നോക്കുകയാണെങ്കിൽ സി അതുപോലെ വന്നിട്ടുണ്ട്, ഇ എന്ത് ചെയ്യുന്നു, തൊട്ടടുത്ത ലെറ്ററായി എഫ് ആയി, ആറും ടിയും അതുപോലെ വന്നിട്ടുണ്ട്, എ തൊട്ടടുത്ത ലെറ്ററുള്ള ബി ആയി, ഐ തൊട്ടടുത്തുള്ള ജെ ആയി, എൻ എന്തായി, എൻ തന്നെ ആയിരിക്കും. കണ്ടോ? അപ്പം നമുക്ക് കൺഫേം ചെയ്യാൻ സാധിക്കുന്നുണ്ട്. മൂന്നാമതൊരു വേർഡ് തന്നിട്ടുണ്ട്, അതും ജസ്റ്റ് നോക്കിയേക്കാം. പി അതുപോലെ ഉണ്ട്, യു മാറി ബി ആയിട്ടുണ്ട്, ആറും പിയും പിയും എല്ലാം അതുപോലെ ഉണ്ട്. ഒ മാറി എന്തായി മാറി, പി ആയി മാറി. എസ് മാറുന്നില്ല, ഇ മാറി എന്തായി, എഫ് ആയി മാറി. അപ്പൊ ഇവിടെ മനസ്സിലാക്കാൻ സാധിക്കും, തന്നിരിക്കുന്ന വേർഡിലെ വവൽസിന് മാത്രമേ എന്തുണ്ടാകത്തുള്ളൂ, ചേഞ്ച് ഉണ്ടാകത്തുള്ളൂ. അപ്പൊ നിങ്ങൾക്ക് എന്തായാലും ഫസ്റ്റ് ക്യൂ വെച്ച് തുടങ്ങുമ്പോൾ ക്യൂ എന്നായിരിക്കും വരിക, കാരണം ക്യൂ അവലല്ല, അപ്പൊ അതിന് ചേഞ്ച് വരില്ല. യു എന്തായി മാറും, വി ആയി മാറും. നമുക്കിതാ 1 കളയാം. ഇ എന്തായി മാറും, എഫ് ആയി മാറും, രണ്ടിലും ഓക്കെ ആണ്. യു എന്തായി മാറും, വി ആയി മാറും, ഓക്കെ ആണ്. ഇ എന്തായി മാറും, എഫ് ആയി മാറും, നമുക്ക് 2 കളയാം. ഇവിടെ ആൻസർ എന്തായിരിക്കും, 4 ആയിരിക്കും. ബാക്കിയുള്ളത് കറക്റ്റ് ആയിരിക്കും. ഐ ജെ ആയി മാറി, എൻ അതുപോലെ ഉണ്ട്, ജി അതുപോലെ ഉണ്ട്, ആൻസർ ആയി കഴിഞ്ഞു. ഓക്കെ, ഇവിടെ 3 എക്സാമ്പിൾ ഉണ്ട്, കുഴപ്പമില്ല. 3ലും ജസ്റ്റ് ഒന്ന് കൺഫേം ചെയ്തേക്കാം. ഒരെണ്ണം മാത്രം നിങ്ങൾ എടുത്തെഴുതി എന്ത് ചെയ്യുക, കണ്ടുപിടിക്കാൻ ശ്രമിക്കുക. എന്നിട്ട് ബാക്കി 2 നോക്കി എന്ത് ചെയ്യുക, ഒന്ന് കൺഫേം ചെയ്യുക. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, മാറ്റി എഴുതി നോക്കുക. കംപ്ലീറ്റ് മാറ്റി എഴുതുന്നതിന് പകരം മാക്സിമം എലിമിനേഷൻ ചെയ്യുന്ന മെത്തേഡ് യൂസ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടെ ടൈം സേവ് ചെയ്യാൻ സാധിക്കും നിങ്ങൾക്ക് എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ.
അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കിയേ. വയലറ്റിനെ കോഡ് ചെയ്തേക്കാണ്. ഓക്കെ, വയലറ്റിൻ്റെ കോഡ് വന്നിരിക്കുന്നത് TJMMCU എന്നാണ് കോഡ് വന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ നോക്കുമ്പോഴത്തേക്കും നമ്മൾ സിംഗിൾ ബൈ സിംഗിൾ ലെറ്റേഴ്സ് നോക്കുകയാണ്. വിയും ടിയും ഞാൻ നോക്കുന്ന സമയത്ത് വിയും ടിയും ഞാൻ നോക്കുമ്പോഴത്തേക്ക് 2 ലെറ്റർ പുറകിലോട്ടാണ് വന്നിരിക്കുന്നത്. ഓക്കെ, 2 ലെറ്റേഴ്സ് ബാക്കിലോട്ട് എടുത്തേക്കാണ്. ഐയും ജെയും ഞാൻ നോക്കുമ്പോഴത്തേക്കും 1 ലെറ്റർ ഫ്രണ്ടിലോട്ട് എടുത്തേക്കാണ്. ഓക്കെ, ഓയും എമ്മും നോക്കുമ്പോഴത്തേക്കും 2 ലെറ്റർ പുറകിലോട്ട് എടുത്തേക്കാണ്. എല്ലും എമ്മും നോക്കുമ്പോഴത്തേക്കും തൊട്ടടുത്ത ലെറ്ററാണ്, ഒരു പൊസിഷൻ മാറി എഴുതിയാണ്. ഇയും സി വരുമ്പോഴത്തേക്ക് 2 ലെറ്റർ പുറകിലോട്ട് എടുത്തേക്കാണ്. ടിയും യു വരുമ്പോഴത്തേക്കും ഒരു ലെറ്റർ ഫ്രണ്ടിലോട്ട് എടുത്തേക്കാണ്. അപ്പോൾ നിങ്ങൾ നോക്കുവാണെങ്കിൽ ഓൾട്ടർനേറ്റീവ് പൊസിഷനായിട്ട് ചേഞ്ച് വരുന്ന ഒരു പാറ്റേൺ ആണ് അല്ലേ. ആദ്യം -2 പിന്നെ +1, വീണ്ടും -2 വീണ്ടും +1, വീണ്ടും -2 വീണ്ടും, ആ ഒരു പാറ്റേണിലാണ് പോയിരിക്കുന്നത് അല്ലേ. ജസ്റ്റ് ഒന്ന് കൺഫേം ചെയ്യാം. രണ്ടാമതൊരു വേർഡ് ഉണ്ടല്ലോ, മാർക്കറ്റ്. എം എന്ന് -2 പോകുമ്പോൾ ആര് വരുന്നുണ്ട്? കെ വരുന്നുണ്ട്. ഓക്കെയാണ്. A+1 ആണ് ബി എന്ന് പറയുന്നത്. ആറിൽ നിന്ന് -2 പോകുമ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്? പി വരുന്നുണ്ട്. K+1 ആണെന്ന് പറയുന്നത് എൽ എന്ന് പറയുന്നത്. ഇന്ന് -2 പോകുമ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്? സി വരുന്നുണ്ട്. T+1 ആണെന്ന് പറയുന്നത് യു എന്ന് പറയുന്നത്. കൺഫേം ചെയ്യാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ആയിക്കഴിഞ്ഞാൽ നമുക്ക് റോ ഗ്രേഡ് എടുക്കുന്ന സമയത്ത് എങ്ങനെ ആയിരിക്കും? ആദ്യം ആറിന് 2 പൊസിഷൻ പുറകിലോട്ട് ആരാ വരിക? പി ആയിരിക്കും വരിക. പി വെച്ച് വരുന്ന 2 ഓപ്ഷനേ ഉള്ളൂ, അത് മാത്രം നോക്കിയാൽ മതി. തൊട്ടടുത്ത ലെറ്റർ നോക്കുമ്പോൾ ആൻസർ ആയി കഴിഞ്ഞാൽ ഓ കഴിഞ്ഞ് +1 ആണ് വരുന്നത്. ഓ കഴിഞ്ഞ് +1 ആണ് വരുന്നത്, പി ആണ് വരുന്നത്. പി വരുന്നത് ഏത് മാത്രമേ ഉള്ളൂ? ഇത് മാത്രമേ ഉള്ളൂ. 4th ഓപ്ഷൻ നമുക്ക് എലിമിനേറ്റ് ചെയ്യാൻ പറ്റും. നമ്മുടെ ആൻസർ ആയി കഴിഞ്ഞു. കണ്ടോ, ബാക്കി നോക്കേണ്ട ആവശ്യമില്ല, നിങ്ങൾ കറക്റ്റ് ആയിരിക്കും. ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? പാരലൽ ആയിട്ടുള്ള കോഡിങ്. നമുക്ക് നേരെ താഴെയാണ് ലെറ്റേഴ്സ് വരുമ്പോഴത്തേക്കും പാറ്റേൺ മനസ്സിലാക്കി എടുക്കുന്നത് ഇങ്ങനെയാണ്. പല രീതിയിലുള്ള പാറ്റേൺസ് വരും. കുറച്ച് എക്സാമ്പിൾ പാറ്റേൺസ് ആണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ ഒരുപാട് ക്വസ്റ്റ്യൻ നിങ്ങൾ ചെയ്യുമ്പോൾ ഒരുപാട് പാറ്റേൺസ് നിങ്ങൾ കാണും. ഒരുപാട് പാറ്റേൺസ് കാണുമ്പോൾ നമുക്ക് എന്താണ് എക്സാമിന് പോകുമ്പോൾ അത് പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. പെട്ടെന്ന് അത് കണ്ട് മനസ്സിലാക്കി എടുത്ത് നമുക്ക് എന്താണ് പെട്ടെന്ന് നമുക്ക് ടേബിളിൻ്റെ സഹായത്തോടെ ആൻസറിലേക്ക് പോകാൻ സാധിക്കും. ഈ ലോജിക്ക് കണ്ടുപിടിക്കാൻ എടുക്കുന്ന സമയം മാത്രമേ ഉള്ളൂ. ബാക്കി ചെയ്ത് മാറ്റി എഴുതാനൊക്കെ നമ്മൾ പെട്ടെന്ന് എലിമിനേറ്റ് ചെയ്ത് നമ്മൾ എന്താണ് ആൻസറിലേക്ക് നിങ്ങൾ പൊക്കോളും. ഓക്കെ, അടുത്തിട്ടാണ് നോക്കിയേ IFSP. ഓക്കെ, IFSP അവർ കോഡ് ചെയ്തിരിക്കുന്നത് JHTR എന്ന് പറഞ്ഞാണ് കോഡ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ അവിടെ നോക്കുമ്പോൾ IJ എന്ന് വെച്ചാൽ +1 ആണ്. FH +2 ആണ്. ST +1 ആണ്. PR +2 ആണ്. ഓക്കെ, നേരത്തെ കണ്ട പോലത്തെ ഒരു ഓൾട്ടർനേറ്റീവ് പൊസിഷൻസിൽ വരുന്നതാണ്. +1 +2 +1 +2 ഇങ്ങനെയാണ് പോയിരിക്കുന്നത്. നമുക്ക് ഒരു വേർഡിനോട് കൺഫേം ചെയ്തേക്കാം. +1 M+N 1 N ആണ്, കറക്റ്റാണ്. P+2 PQR കറക്റ്റാണ്. WX +1 ആണ്. F+2 ആണ് H എന്ന് പറയുന്നത്. കൺഫേം ചെയ്തു. അപ്പം ടോഡ് നമ്മൾ ചെയ്യുന്ന സമയത്ത് എങ്ങനെ ആയിരിക്കും? ആദ്യം +1 ആയിരിക്കും. T കഴിഞ്ഞിട്ട് ആരാ വരുന്നത്? U ആണ് വരുന്നത്. U വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്നതാണ് എല്ലാവരും. അത് കഴിഞ്ഞിട്ട് ഓയ്ക്ക് 2 ലെറ്റർ കൂട്ടണം. ഓയുടെ 2 ലെറ്റർ കൂട്ടുമ്പോൾ Q ആണ് വരുന്നത്. Q വരുന്ന 3 ഓപ്ഷൻ ഉണ്ട്. 4ാമത്തെ ഓപ്ഷൻ കളയാം നമുക്ക്. അത് കഴിഞ്ഞിട്ട് വരുന്നത് A+1 ആണ്. അപ്പോൾ നമുക്ക് എന്താണ്? B ആണ് വരുന്നത്. B വരുന്ന ഒറ്റ ഓപ്ഷനേ ഉള്ളൂ. നമുക്ക് ആൻസർ അതായിരിക്കും. കഴിഞ്ഞു. 1 3 എലിമിനേറ്റ് ചെയ്യാം. ഓക്കെ, അപ്പം ഓൾട്ടർനേറ്റീവ് ആയിട്ട് +1 +2 +1 +2 എന്ന പാറ്റേണിലാണ്. നമ്മൾ നേരത്തെ കണ്ട പോലത്തെ ഒരു പാറ്റേൺ തന്നെയാണ്. അവിടെ മൈനസ് കൂടെ ചേർന്ന് വന്നേ ഉള്ളൂ. അടുത്ത ഒരെണ്ണം നോക്കിയേ, റീഡ്സ് ആണ് തന്നിരിക്കുന്നത്. റീഡ്സ് തന്നിരിക്കുന്നത് IVZWH എന്ന് പറഞ്ഞാണ് തന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ റീഡ്സിലെ ലെറ്റേഴ്സും ആ കോഡിലെ ലെറ്റേഴ്സും നമ്മളൊന്ന് കമ്പയർ നോക്കുകയാണ്. 6 മൈയും കമ്പയർ ആണെങ്കിൽ 6 മൈയും കമ്പയർ ആണെങ്കിൽ 6 ൽ 9 ലെറ്റർ പുറകിലാണ് ആര് വരുന്നത്? ഐ വരുന്നത്. പക്ഷെ 6 ഐ തമ്മിൽ കുറച്ചും കൂടെ നല്ലൊരു ലോജിക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? ഓപ്പോസിറ്റ് ലെറ്റേഴ്സ് ആണ്, റിവേഴ്സ് ലെറ്റേഴ്സ് ആണ് നമുക്ക് പറയാൻ പറ്റും. 6ന്റെ റിവേഴ്സ് ലെറ്റേഴ്സ് ആണ് ഐ. ഓക്കെ, അല്ലെങ്കിൽ -9 പറയാം കേട്ടോ, അങ്ങനത്തെ പാറ്റേൺസും വരാറുണ്ട്. അടുത്ത ഇയും ബിയും നിങ്ങൾ നോക്കുമ്പോൾ അത് കുറച്ചുകൂടെ കൺഫേം ആക്കാൻ സാധിക്കും. നിങ്ങൾ നോക്കിയേ, ഓപ്പോസിറ്റ് ലെറ്റേഴ്സാണ് ഇയും ബിയും. എയും ഇസഡും കണ്ടോ ഓപ്പോസിറ്റ് ലെറ്റേഴ്സാണ്. ഡിയും ഡബ്ല്യൂയും ഓപ്പോസിറ്റ് ലെറ്റേഴ്സാണ്. എസും എച്ചും ഓപ്പോസിറ്റ് ലെറ്റേഴ്സ്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ തന്നിരിക്കുന്നത് എന്താണ്? എല്ലാ ലെറ്റേഴ്സിൻ്റെയും ഓപ്പോസിറ്റ് ലെറ്റർ വെച്ച് എന്ത് ചെയ്യുന്നു? കോഡ് ചെയ്തിരിക്കുകയാണ് നമുക്കിവിടെ ചെയ്തിരിക്കുന്നത്. ഓപ്പോസിറ്റ് ലെറ്റേഴ്സിനോ റിവേഴ്സ് ലെറ്റേഴ്സിനോ ഒക്കെ നമുക്ക് പറയാം. അപ്പോൾ നമുക്ക് വേറൊരു വേർഡ് ഉണ്ട്, കൺഫേം ചെയ്തേക്കാം. എഫിൻ്റെ ഓപ്പോസിറ്റ് ലെറ്റർ ഏതാണ്? യു ആണ്. യുവിലാണ് വന്നിരിക്കുന്നത്. ആറിൻ്റെ ഓപ്പോസിറ്റ് ലെറ്റർ ഐ ആണ്, ഐ വന്നു. ഐയുടെ ഓപ്പോസിറ്റ് ലെറ്റർ ആർ ആണ്, അത് വന്നിട്ടുണ്ട്. ബിയുടെ ഓപ്പോസിറ്റ് വൈ ആണ്, അത് വന്നിട്ടുണ്ട്. സിയുടെ ഓപ്പോസിറ്റ് എക്സ് ആണ്, അത് വന്നിട്ടുണ്ട്. കൺഫേം ആയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഓപ്പോസിറ്റ് ലെറ്റർ വെച്ചാണ് നീ എന്താ അവിടെ കോഡ് ചെയ്യുന്നത്. അപ്പം ജിയുടെ ഓപ്പോസിറ്റ് ലെറ്റർ ആരാണ്? ടി ആണ്. ടി വെച്ച് ചേർന്നാണ് എല്ലാവരും വന്നിരിക്കുന്നത്. എച്ചിൻ്റെ ഓപ്പോസിറ്റ് വരുന്ന എസ് ആണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? 4th ഓപ്ഷൻ കളയാൻ സാധിക്കും. കെയുടെ ഓപ്പോസിറ്റ് വരുന്നത് പി ആണ്, എല്ലായിടത്തും പി വന്നിട്ടുണ്ട്. അടുത്ത ടിയുടെ ഓപ്പോസിറ്റ് വരുന്നത്
ജി ആണ്. ജി വരുന്ന രണ്ട് ഓപ്ഷൻ ഉണ്ട്, നമുക്ക് 1 കളയാം. ലാസ്റ്റ് എക്സിന്റെ ഓപ്പോസിറ്റ് വരുന്നത് സി ആണ്. സി വരുന്ന ഓപ്ഷൻ തേർഡ് 1 ആണ്. നമ്മുടെ ആൻസർ എന്തായിരിക്കും? തേർഡ് 1 ആയിരിക്കും. കേട്ടോ, എലിമിനേറ്റ് ചെയ്ത് അങ്ങ് പോയി കഴിഞ്ഞാൽ നമുക്ക് വരുന്ന ആൻസറിലേക്ക് പോകാൻ സാധിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ പാരലൽ കോഡിംഗ് എന്നൊരു കൺസെപ്റ്റ് ആണ് നമ്മൾ പറഞ്ഞത്. പാരലൽ കോഡിംഗ് വേറെ ഒന്നുമല്ല, സിംഗിൾ ബൈ സിംഗിൾ ലെറ്റേഴ്സ് നേരെ താഴെ തന്നെ എന്ത് ചെയ്യുന്നു, കോഡ് ചെയ്യുന്ന പാറ്റേൺസ് എടുക്കുക എന്നുള്ളതാണ് കൺസെപ്റ്റ്. ഓക്കെ, അടുത്ത പറഞ്ഞ നോക്കിയേ, ROBST എന്ന് പറയുന്നതാണ് വേർഡ്. അതിൻ്റെ കോഡ് വന്നിരിക്കുന്നത് QPYLO എന്നാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ കമ്പയർ ചെയ്യുന്ന സമയത്ത് ആറും ക്യൂവും ആറെങ്കിൽ ആറെന്നൊരു പൊസിഷൻ പുറകിലിടും -1. ഓയും പിയും ഓയിന്ന് പിയിലേക്ക് വരുമ്പോഴത്തേക്കും +1 ആണ്. ബിയും വൈയും ആയപ്പോഴത്തേക്കും 1 2 3 -3 ലെറ്റേഴ്സ് വരുന്നുണ്ട്. ബാക്കിലോട്ടാണ് -3 ലെറ്റേഴ്സ് വരുന്നുണ്ട് കേട്ടോ. എസും എല്ലും നോക്കുന്ന സമയത്ത് കുറച്ച് അധികം ഡിഫറൻസ് വരുന്നുണ്ട് അല്ലേ. -7 പോലെയൊക്കെ വരുന്നുണ്ട്. -7 അപ്പോൾ ഒരു പെർട്ടിക്കുലർ പാറ്റേണിലല്ല പോകുന്നത് അല്ലേ, ഒരു പ്രോപ്പർ ആയിട്ടുള്ള പാറ്റേണിലല്ല പോകുന്നത്. അപ്പോൾ അത് മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞാൽ മിക്സഡ് ടൈപ്പ് കോഡിംഗ് ആയിരിക്കും. ഓക്കെ, ഇതെന്ന് പറഞ്ഞാൽ ആക്ച്വലി നമുക്ക് നേരെ താഴെ അല്ല കോഡ് ചെയ്ത് വന്നിരിക്കുന്നത്, നേരെ താഴെ അല്ല കോഡ് ചെയ്ത് വന്നിരിക്കുന്നത് എന്നതിൻ്റെ തെളിവാണ് അത് കാണുന്നത് നമ്മൾ. ഓക്കെ, നേരെ താഴെ അല്ല കോഡ് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്തുള്ള ലെറ്റേഴ്സിന് ചേഞ്ച് സംഭവിക്കുന്നുണ്ട്, പക്ഷെ നേരെ താഴെ അല്ല കോഡ് ചെയ്തിരിക്കുന്നത്, വേറെ എവിടെയാണ് എഴുതിയിരിക്കുന്നത്, അത് മനസ്സിലാക്കണം. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ പല രീതിയിൽ ചെയ്യാറുണ്ട്. ഒന്നത് ലെറ്റർ വെച്ച് മനസ്സിലാക്കി എടുക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ നിങ്ങൾ ലെറ്റർ വെച്ച് ജസ്റ്റ് നോക്കുവാണെങ്കിൽ നമ്മളൊരു കാര്യം മനസ്സിലാക്കും. ഓയും ആറും ഞാൻ നോക്കുവാണെങ്കിൽ ഓയും ആറും നോക്കി കഴിഞ്ഞാൽ +3 ആണ് അല്ലേ. പക്ഷേ ആറും ഓയിലേക്കാണ് നമ്മൾ നോക്കേണ്ടത്, ഓയിൽ 6ലേക്കല്ല, 6 ഓയിലേക്ക് നമ്മൾ നോക്കുമ്പോൾ 6 ഓയിലേക്ക് വരുമ്പോഴത്തേക്കും ഒരു -3 ആണ്. 6ൽ നിന്ന് ഒരു -3 പൊസിഷൻ മാറിയിട്ടാണ് ആര് വരുന്നത്? ഓ വരുന്നത്. ഓയിൽ നിന്ന് ഒരു -3 പൊസിഷൻ മാറിയിട്ടാണ് ആര് വരുന്നത്? എല്ല് വരുന്നത്. ബിയിൽ നിന്ന് ഒരു -3 പൊസിഷൻ കഴിഞ്ഞാണ് വൈ വരുന്നത്. എസ്സിൽ നിന്ന് ഒരു -3 കഴിഞ്ഞാണ് ആര് വരുന്നത്? പി വരുന്നത്. ടിയിൽ നിന്ന് ഒരു -3 വരുന്നതാണ് ആരെന്ന് പറയുന്നത്? ക്യൂ എന്ന് പറയുന്നത്. അപ്പം ഇങ്ങനെയാണ് കോഡ് ചെയ്യുന്നത്. 6നെ ഓയിലോട്ടും ഓയിനെ എല്ലിലോട്ടും ബീനെ വൈയിലേക്കും എസിനെ പിയിലേക്കും ടീയിലേക്കും ഇങ്ങനെയാണ് കോഡ് ചെയ്യുന്നവർ. ഓക്കെ, -3 പൊസിഷൻ വരുന്ന ലെറ്റർ വെച്ചാണ് കോഡ് ചെയ്തിരിക്കുന്നത്, പക്ഷെ അവിടെ പൊസിഷൻ ചേഞ്ച് ആവുന്നത് എങ്ങനെയാണ്? ഈ ഒരു രീതിയിലാണ്. അപ്പോൾ ഇത് നമുക്ക് ലെറ്റേഴ്സ് ഒക്കെ കണ്ട് ശീലമാവുന്നവർക്കും ഒരുപാട് ക്വസ്റ്റ്യൻസ് ഒക്കെ വർക്കൗട്ട് ചെയ്യുന്നവർക്കൊക്കെ കുറേ ഒരു ഐഡിയ കിട്ടും. കാരണം പൊസിഷൻസ് എങ്ങനെയൊക്കെ മാറ്റാം എന്നൊരു ഐഡിയ ഉള്ള ആൾക്കാർക്ക് ഇതൊക്കെ നമ്മൾ നോക്കി മനസ്സിലാക്കിയെടുക്കും. അല്ലാത്തവർ എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഒരു വേർഡ് നമുക്ക് തന്നിട്ടുണ്ട്, നമുക്കതൊരു മിക്സഡ് കോഡിംഗ് ആണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്കത് മനസ്സിലാക്കുന്നില്ല, നമുക്കതിൻ്റെ പാറ്റേൺ മനസ്സിലാകുന്നില്ലെങ്കിൽ നമ്മൾ ചെയ്യുന്നൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പൊസിഷൻസ് എഴുതി വെച്ച് നോക്കും. ഇപ്പോൾ ഇതിനകത്തുള്ള ലെറ്റേഴ്സിൻ്റെ പൊസിഷൻ നമ്മൾ എഴുതുവാണെങ്കിൽ 18, ഓ എന്ന് പറയുമ്പോഴത്തേക്കും 15, ബി വരുമ്പോൾ 2, എസ് വരുമ്പോഴത്തേക്കും 19, അതുപോലെ ടി വരുമ്പോഴത്തേക്കും 20. ആൻഡ് നമ്മൾ ഇവിടെ ഇതിൻ്റെ പൊസിഷൻസ് കൂടെ എഴുതി നോക്കുമ്പോഴത്തേക്കും ക്യൂ വരുമ്പോഴത്തേക്കും 17, പി വരുന്ന സമയത്ത് 16, വൈ വരുമ്പോഴത്തേക്കും 25, എൽ വരുമ്പോഴത്തേക്കും 12, ഓ വരുമ്പോഴത്തേക്കും 15. ഓക്കെ, നമ്മൾ നമ്പേഴ്സ് വെച്ച് കമ്പയർ ചെയ്യുന്ന സമയത്ത് നമുക്ക് കാര്യം മനസ്സിലാക്കണം. 18ൽ നിന്ന് 3 പറയുന്ന നമ്പർ ഇവിടെ കിടപ്പുണ്ട്, 15ൽ നിന്ന് 3 പറയുന്ന നമ്പർ ഇവിടെ കിടപ്പുണ്ട്, 19ൽ നിന്ന് 3 പറയുന്ന നമ്പർ ഇവിടെ കിടപ്പുണ്ട്, 20ൽ നിന്ന് 3 പറയുന്ന നമ്പർ ഇവിടെ കിടപ്പുണ്ട്. ഓക്കെ, അപ്പം നടുക്കുള്ള ആളെ മാത്രം കൺഫ്യൂഷൻ. നടുക്കുള്ള ആളെ നമുക്ക് ഇങ്ങനെ പറയാം, ബിയുടെ ഓപ്പോസിറ്റ് ലെറ്റർ ആണ് വൈ എന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ. അങ്ങനെ ഒരു ലോജിക്ക് പറയാം, നമുക്ക് എക്സ്ട്രാ എക്സാമ്പിൾ ഉണ്ട് കൺഫേം ചെയ്യാം, എങ്കിലും ഞാൻ പറയുന്നതാണ്. ബിയുടെ റിവേഴ്സ് ലെറ്റർ ആണെന്ന രീതിയും പറയാം, പക്ഷേ നമുക്കിവിടെ എല്ലായിടത്തും -3 എന്നുള്ള രീതിയിലാകുമ്പോൾ ബിന്ന് ഒരു -3 എടുക്കുമ്പോൾ 1 2 3 കറക്റ്റായിട്ട് വൈ വരുന്നുണ്ട്. -3 പുറകിലോട്ട് നമ്മൾ കൗണ്ട് ചെയ്യുമ്പോൾ എ കഴിഞ്ഞാൽ പിന്നെ ബാക്കി സൈഡിൽ നിന്ന് വൈയിലേക്ക് നമ്മൾ കൗണ്ട് ചെയ്യാം. -3 വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് 2ൽ നിന്ന് -3 25 ആവത്തില്ല, പക്ഷേ പൊസിഷൻ വെച്ച് നമ്മൾ ഇങ്ങനെ റൗണ്ട് ചെയ്തെടുക്കുമ്പോൾ നമുക്ക് എന്താണ് -3 വരുന്നുണ്ട്. അപ്പോൾ അത് കൺഫേം ചെയ്യാം. നിങ്ങൾ നോക്കിയേ, പോളാറിൻ്റെ കേസിൽ പിന്ന് -3 എന്ന് വെച്ചാൽ ആരാ വരുന്നത്? എം ആണ്. എം ഇതാ ലാസ്റ്റ് വന്നിട്ടുണ്ട്. ഓ എന്ന് -3 അല്ല, ദാ എല്ല് വന്നിട്ടുണ്ട്. എല്ലിൽ നിന്ന് -3 ആയപ്പോൾ ആരാ വരിക? 12 3 9 ഐ വന്നിട്ടുണ്ട്. കണ്ടോ, അവിടെ -3 ആണ്. എല്ലും ഐയും ഓപ്പോസിറ്റ് ലെറ്റേഴ്സ് അല്ല. ഓക്കെ, അടുത്ത എ നിന്ന് -3, അപ്പോൾ എ നിന്ന് -3 അപ്പോൾ എങ്ങനെയാണ്? ഇവിടെ നിന്ന് -3 അപ്പോൾ 1 2 3 എക്സാ വരുന്നത്. കണ്ടോ, എക്സ് വന്നിട്ടുണ്ട്. 6 നിന്ന് -3 ആകുമ്പോൾ ഓ ആണ്. കണ്ടോ, അപ്പോൾ നമ്മൾ പാറ്റേൺ കൺഫേം ചെയ്തു. പാറ്റേൺ കൺഫേം ചെയ്ത് നമ്മൾ എന്ത് ചെയ്ത് മാറ്റി എഴുതുന്നു? നമുക്ക് എന്താ ജിന്ന് -3 എടുക്കണം. ജിന്ന് -3 എടുക്കുമ്പോൾ ഡി വരുന്നത്. ഡി എവിടെയാ വരിക? ലാസ്റ്റാണ് വരിക. ഡി ലാസ്റ്റ് വരുന്ന ഓപ്ഷൻ എന്താ? ഇത് 3 ആണ്. ഫസ്റ്റ് ഓപ്ഷൻ ഞാൻ കളഞ്ഞു. അടുത്തത് യുന്ന് -3 ആവുന്ന സമയത്ത് 21ൽ നിന്ന് 3 ചെയ്യുമ്പോൾ നമുക്ക് ആരാ വരുന്നത്? 18 വരുന്നത്. 6 വരുന്നത്. 6 എവിടെ ആയിരിക്കും വരിക? ഇവിടെ ആയിരിക്കും വരിക. അപ്പോൾ സെക്കൻഡ് ലെറ്റർ 6 വരുന്ന ഓപ്ഷൻ നമുക്ക് ഇതാ കളയാൻ പറ്റും. 4ാമത്തെ ഓപ്ഷൻ കളയാൻ പറ്റും. അടുത്ത ജെയിൽ നിന്ന് -3 ആകുമ്പോഴത്തേക്കും ജി ആ വരുന്നത്. ജി
ഇതിൽ ജി വരുന്ന ഓപ്ഷൻ ഇത് മാത്രമേ ഉള്ളൂ, ബാക്കി നോക്കണ്ട, അതിനായിരിക്കും കറക്റ്റ് ആൻസർ വരിക അല്ലേ. അപ്പോൾ ഇങ്ങനെ നമുക്ക് എന്താണ് മിക്സഡ് ടൈപ്പ് കോഡിങ് നമുക്ക് വരാറുണ്ട് എക്സാമിന്. ഓക്കെ, അപ്പോൾ നമ്മൾ റീഅറേഞ്ച്മെന്റ് ചെയ്യുന്ന കോഡിങ് കണ്ടു, ക്വസ്റ്റ്യൻസ് മാത്രം റീഅറേഞ്ച്മെന്റ് ചെയ്യുന്ന കോഡിങ് കണ്ടു. അതുപോലെ തന്നെ സിംഗിൾ ബൈ സിംഗിൾ ലെറ്റേഴ്സ് നേരെ താഴെ കോഡ് ചെയ്യുന്ന പല പാറ്റേൺസ് നമ്മൾ കണ്ടു. അതുപോലെ തന്നെ ഇവിടെ എന്താണ് ഒരു മിക്സഡ് ടൈപ്പ് കോഡിങ് വരുന്നത്. ഇപ്പോൾ ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ലെറ്ററും മാറുന്നുണ്ടായിരിക്കും, പൊസിഷനും മാറുന്നുണ്ടായിരിക്കും, രണ്ടും നമ്മൾ കണ്ടുപിടിക്കണം. അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കിയേ. ഏർലി എന്നൊരു വേർഡ് തന്നിട്ടുണ്ട്, അതിൻ്റെ കോഡ് ZNSCF എന്നാണ്. ഓക്കെ, നിങ്ങളിവിടെ നോക്കുകയാണെങ്കിൽ നമുക്ക് ലെറ്റേഴ്സ് കാണുമ്പോൾ തന്നെ മനസ്സിലാക്കാൻ സാധിക്കും. കാരണം ഇയും എഫും +7 ആണ്, എയും സിയും +2 ആണ്, ആറും എസും +1 ആണ്, എല്ലും എന്നും +2 ആണ്, വൈയും ഇസഡും +1 ആണ്. അപ്പോൾ ഇങ്ങനെയാണ് കോഡ് ചെയ്ത് നിൽക്കുന്നതും അതിൻ്റെ +1ഉം +2ഉം വരുന്നതിലാണ് കോഡ് ചെയ്തിരിക്കുന്നത് അല്ലേ. രണ്ടാമത്തെ എക്സാമ്പിൾ നോക്കിയേ, ഗേജ് ഒന്ന് കൺഫേം ചെയ്ത് തരാം. അപ്പോൾ നമുക്ക് പറയുന്ന കോഡ് FIVCH. നമ്മളെങ്ങനെ പറഞ്ഞത്, ഇവിടെ നിന്ന് +1 ഇവിടെ വരുന്നു, ജിന്ന് +1 H കണ്ടോ, കറക്റ്റാണ്. അടുത്ത് ഇവിടെ നിന്ന് +2 എന്ന് +2 സി വന്നു, യുവിനോടെ +1 ബി വന്നു, ജിയുടെ +2 ഐ വന്നു, ഇയുടെ +1 ആര് വരുന്നു, എഫ് വരുന്നു. കറക്റ്റാണോ വന്നിരിക്കുന്നത്? ആ ലോജിക് കൺഫേം ചെയ്യാൻ സാധിക്കും. കൺഫേം ആയ ഉടനെ മാറ്റി എഴുതാം. എങ്ങനെയാണ്, ഇൻബോക്സിൽ ഐയുടെ +1 കൂടുന്ന IJ അതായിരിക്കും ലാസ്റ്റ് വരുന്നത്. ജെ വരുന്ന 2 ഓപ്ഷനേ ഉള്ളൂ, 2ഉം 4 ഞാൻ കളഞ്ഞു. അടുത്ത എന്നിയുടെ +2 ചെയ്യണം കേട്ടോ, N P വരും, P ലാസ്റ്റ് വരുന്ന ഓപ്ഷൻ ഇത് മാത്രമേ ഉള്ളൂ, ഇത് കളയാം. ബാക്കി കറക്റ്റ് ആയിരിക്കും. BC ആവും, അതുപോലെ O എന്ന് പറയുന്നത് എന്താവും, Q ആവും, അതുപോലെ X Y ആയി മാറും. കണ്ടോ, ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് മിക്സഡ് കോഡിങ്ങിന്റെ ലോജിക്കാണ് നിങ്ങൾ കാണുന്നത്. അപ്പോൾ ഇതാണ് ലെറ്റർ കോഡിങ്ങിന്റെ കൺസെപ്റ്റ്. നമുക്ക് കോഡിങ് ഡീകോഡിങ്ങിന്റെ ഫസ്റ്റ് പാർട്ടാണ് നിങ്ങൾ കാണുന്നത്. ഓക്കെ, ലെറ്റർ കോഡിങ്ങിന്റെ ടൈപ്പാണ്. നമുക്ക് ലെറ്റർ കോഡിങ് സ്ഥിരം ടൈപ്പാണ്. ലെറ്റർ കോഡിങ് പോലെ തന്നെ നമ്പർ കോഡിങ് വരാറുണ്ട്, സെന്റൻസ് വൈസ് കോഡിങ് നമുക്ക് എക്സാമിന് വരാറുണ്ട്. പക്ഷേ ലെറ്റർ കോഡിങ് നമ്പർ കോഡിങ് ആണ് കൂടുതൽ നിങ്ങൾ ചെയ്ത് പഠിക്കാനുള്ളത്. ഓക്കെ, അതിൽ ലെറ്റർ കോഡിങ്ങിന്റെ ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് ക്വസ്റ്റ്യൻസ്. അപ്പോൾ നമുക്ക് അവിടെ ലെറ്റർ കോഡിങ് എങ്ങനെയൊക്കെ വരും, നമുക്ക് റീഅറേഞ്ച്മെന്റ് ചെയ്ത് കോഡിങ് വരും, അതുപോലെ തന്നെ എന്താണ് പാരലായിട്ട് കോഡിങ് വരും, നേരെ താഴെ തന്നെ കോഡ് ചെയ്ത് എഴുതി വരുന്ന രീതിയിലുള്ള പാറ്റേൺസ് വരും. അതുപോലെ മിക്സഡ് ടൈപ്പ് കോഡിങ്, പൊസിഷൻസും എന്താണ് ലെറ്റേഴ്സും മാറുന്ന രീതിയിലുള്ള കോഡിങ്ങും വരും. അപ്പോൾ ഇതൊക്കെ നമ്മൾ ടേബിളിന്റെ സഹായത്തോടെ നമ്മൾ എന്താണ് നോക്കി കണ്ടുപിടിക്കുകയാണ് നമ്മൾ എക്സാമിന് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ഒരുപാട് ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ ലെറ്റേഴ്സ് കാണുമ്പോൾ തന്നെ നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കിയെടുത്ത് ആൻസറിലേക്ക് പോകാൻ സാധിക്കും. ഇല്ലെങ്കിലുള്ള പ്രശ്നം വേറെ ഒന്നുമല്ല, ടൈം കൺസ്യൂമിംഗ് ആയിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യും ഈ ക്വസ്റ്റ്യൻസ്. അതാണ് ഇതിന്റെ മെയിൻ എന്താണ് എക്സാമുകളിൽ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കാനുള്ള മെയിൻ ആയിട്ടുള്ള റീസൺ എന്ന് പറയുന്നത്. ഓക്കെ, നല്ലപോലെ പ്രാക്ടീസ് ചെയ്യാം. നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. ഓൾ ദി ബെസ്റ്റ്.